നമ്മൾ കൊട കൊണ്ടുവന്നത് എന്തായാലും നന്നായി. ന്യൂസിൽ പക്ഷെ കാലാവസ്ഥ വളരെ നല്ലതാണെന്നാ പറഞ്ഞിരുന്നേ. ആ സിഗരറ്റ്, മദ്യം, മൂന്നാമത്തെ കാര്യം പറയാൻ തന്നെ എന്തോ പോലെ. അതൊക്കെ ഒഴിവാക്കിക്കൂടെ? ഇനി അങ്ങോട്ട് സിഗരറ്റ്, മദ്യം എല്ലാത്തിനും വിലക്ക്. ഞാൻ പറഞ്ഞ എന്തുണ്ടെങ്കിലും ചെയ്യോ? എന്ത് ചോദ്യം ഇത്? പറ, ഞാൻ ചെയ്യോ ഇല്ലേ നോക്ക്. അരവിന്ദ് എന്ന് എനിക്കറിയാവുന്ന ഒരാളുണ്ട്. ഞാനും അവനും ചെറുപ്പം തൊട്ടേ ക്ലാസ്മേറ്റ്സാ. ഞങ്ങള് 10th സ്റ്റാൻഡേർഡ് മുതലേ ഇഷ്ടത്തില്ല. ഈ കാര്യം നിനക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ കാവേരി? ഒരു കാര്യമില്ലാതെ അവൻ നിന്റെ പുറകെ നടക്കുമല്ലായിരുന്നോ? ഞാനിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് പറ. അരവിന്ദനാണേൽ അവന്റെ അച്ഛനെന്ന് പറഞ്ഞ വലിയ പേടിയാ. ഞാനാണെങ്കിൽ ഈസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസില് കൽക്കട്ട പോവാന്ന് വിചാരിച്ചതാ. അതിനെ പോകാന്നല്ല, ഒളിച്ചോട്ടാന്നാണ് പറയുന്നത്. അങ്ങനെ മര്യാദയ്ക്ക് പറ. അതെന്താന്ന് വെച്ചാ അവനിപ്പോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. നിങ്ങൾ എങ്ങനെയെങ്കിലും അവനെ റെയിൽവേ സ്റ്റേഷൻ വരെ ഒന്ന് കൊണ്ടുവരുമോ? ഇവനെന്തിനാ അവനെ കൂട്ടിയിട്ട് വരുന്നേ? അവനെന്താ കൊച്ചുകുട്ടിയാണോ? ശരി, ഇതുവരെ സംഭവിച്ചതൊക്കെ അവിടെ നിൽക്കട്ടെ. നീ പറ, അവനെ കെട്ടിക്കഴിഞ്ഞാൽ നീ സന്തോഷത്തോടെ ജീവിക്കൂ? ഇഷ്ടപ്പെട്ട ആളിനെ തന്നെ കല്യാണം കഴിക്കാൻ പറ്റിയ അതൊരു വലിയ ഭാഗ്യല്ലേ? നമസ്കാരം. നമസ്കാരം ചേട്ടാ. എന്താ എന്താ എല്ലാരും ഈ സമയത്ത്? ഹെക്മാർ സ്ട്രീറ്റിലൊരു പ്രശ്നം. ചേട്ടനൊന്ന് ഇടപെടണം. എന്ത് പ്രശ്നമാടാ? ഇന്ന് പിടിച്ചത് നമ്മുടെ ആളുകളെയാ. വെറുതെ കള്ളും കുടിച്ച് പ്രശ്നം ഉണ്ടാക്കാൻ മോഷണത്തിന് ഇറങ്ങിയതാവും. നമുക്ക് നോക്കാം. അവിടെ വെക്ക്. അതെ, നിങ്ങളെ താഴെന്ന് അന്വേഷിക്കുന്നുണ്ട്. ആണോ? ശരി, ഞാൻ വരാം. നീ പൊക്കെ. പെട്ടെന്ന് വാ. അരവിന്ദേ, നീ വാ. നിങ്ങൾ ഏതാ ഏട്ടാ? നിന്നെ കൂട്ടിക്കൊണ്ടുവരാൻ കാവേരി പറഞ്ഞു വെച്ചതാ. വാ, റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാം. ഓക്കെ ഏട്ടാ.